സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കൂട്ടുപ്രാർത്ഥന നടത്തിയത് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ്. ലോകത്ത് ഒരു മൗലവിക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. മഹാനായ സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വല്ലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചു. സ്വലാത്തൽ ഫജ്ർ, സുബ്ഹി നിസ്കാരം നിസ്കരിച്ചു. സുമ്മം ഫതല, പിന്നെ നബി തങ്ങൾ തിരിഞ്ഞിരുന്നു. ഫഅഖ്ബല അലൽ ഖൗമി, അതേ ഖൗമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു, മുന്നിട്ടു. അഥവാ ബലഭാഗം മഅ്മൂമീങ്ങളിലേക്കും ഇടഭാഗം മെഹ്റാബിലേക്കും ആക്കിയിരുന്നു. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ ദ്വാരക്കുന്നു, കൂട്ടുപ്രാർത്ഥന നടത്തുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ, അല്ലാഹുവേ നീ ഞങ്ങളുടെ മദീനയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വബാരിക് ലനാ ഫീ മുദ്ദിനാ വസ്വാഇനാ, ഞങ്ങളെ മുദ്ദ് സാഹുകളിൽ അഥവാ ഭക്ഷണങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വയമനിനാ, അല്ലാഹ് ശാമിലും യമനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ അതാ ഫർദ് നിസ്കരിച്ചതിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നു. അപ്പോ വഹാബിന്റെ ചോദ്യം, സ്വഹാബത്ത് ആമീൻ പറഞ്ഞിനാ? സ്വഹാബത്ത് ആമീൻ പറഞ്ഞിനാ? അതിന് നിന്റെ പോലത്തെ ബപ്പന്മാരല്ല സ്വഹാബികൾ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ ദ്വാരക്കുക, സ്വഹാബത്ത് ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ നോക്ക. അങ്ങനെ കൈകെട്ടി നോക്കാൻ നിങ്ങളെ പോലെയുള്ള ഏതിനും ലക്ഷണം കെട്ട ആളുകളല്ല സ്വഹാബത്ത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ആമീൻ ചെല്ലുന്നതിന് അഥവാ കൂട്ടുപ്രാർത്ഥനയെ എതിർക്കുന്നത് ആരാണറിയോ? കൂട്ടുപ്രാർത്ഥനയോട് ഏറ്റവും അസൂയുള്ള ആളുകളാരാ? അത് യഹൂദികളാണ്, ജൂതന്മാരാ. ഞാനല്ല പഠിപ്പിച്ചത്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. കൂട്ടുപ്രാർത്ഥനയോട് ഏറ്റവും കൂടുതൽ അസൂയയും വെറുപ്പുള്ളത് ജൂതന്മാർക്കാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ ഹസദതുകുമുൽ യഹൂദു അലാ ശൈഅ, മാ ഹസദതുകും അലാ ആമീൻ. ആമീൻ എന്ന് പറയുന്നതിനോട് യഹൂദികൾക്ക് നിങ്ങളോട് അസൂയയുള്ളതുപോലെ മറ്റൊരു വിഷയത്തിലും നിങ്ങളോട് അസൂയയില്ല. അതുകൊണ്ട് ഫഅക്സിറൂ മിൻ ഖൗലി ആമീൻ, നിങ്ങൾ ആമീൻ എന്നുള്ള വാക്ക് അധികരിപ്പിക്കണേ. ആരാണിത് പറയുന്നത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ജൂതന്മാർക്ക് നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിനോട്, ആമീൻ പറയുന്നതിനോട് വലിയ അസൂയയാണ്. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ധാരാളം ആമീൻ ചൊല്ലണം, ആമീൻ നിങ്ങൾ അധികരിപ്പിക്കണം. യഹൂദികൾക്ക് അസൂയയാണ്. ആ യഹൂദികളുടെ പാരമ്പര്യമുള്ളവരാരാ? ആ യഹൂദികളെ ചാരന്മാരാരാ? നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ മൗലവിമാരടക്കമുള്ള സർവ്വ വഹാബികളും ആ ജൂതചാരന്മാരല്ലേ, ജൂതന്മാരുടെ അനുയായികളല്ലേ. എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലല്ലേ പറയുന്നത് ആമീൻ പറയുന്നതിനോട് വൈരാഗ്യമുള്ളത്, ആമീൻ പറയുന്നതിനോട് അസൂയുള്ളത്? അത് യഹൂദികൾക്കാണ്, ജൂതന്മാർക്കാണ്.
സുന്നികൾ ഇങ്ങനെ ആമീൻ പറയുമ്പോ വഹാബികൾക്ക് ആ ജൂതന്മാരുടെ ചാരന്മാരാകുന്ന വഹാബികൾക്ക് ഭയങ്കരമായ അസൂയ. സുബ്ഹാന ജല്ല ജലാലുഹു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവിയും അതുപോലെയുള്ള സർവ്വ മൗലവിമാരും ആ യഹൂദികളെ ചാരന്മാരാണ്, അല്ലെങ്കിൽ തന്നെ ചാരന്മാരാണ്. നമുക്കറിയാം ഈ ഫലസ്തീനിലെ ഇന്നത്തെ എല്ലാ കുഴപ്പത്തിന്റെ കാരണക്കാരാരാ? ഇന്നവിടെ ലക്ഷങ്ങൾ മരിച്ചു വീഴാൻ കാരണക്കാരാരാ? വഹാബികളല്ലേ? വഹാബികളല്ലേ അതിന്റെ കാരണക്കാർ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ യഹൂദി ചാരന്മാരാണ് വഹാബികള്. ഇനി ഇതൊന്നും പോരെ നിങ്ങൾക്ക്? എന്നാൽ ഇവരുടെ നേതാവാകുന്ന ഇബ്നു ബാസിന്റെ ഫത്വ കാണാം. ഇബ്നു ബാസിന്റെ ഫത്വ അതാ, അദ്ദേഹം പറയുന്നു അദ്ദുആഉൽ ജിമാഇയു, ഒരു സാമൂഹിക പ്രാർത്ഥന. അതെങ്ങനെ സാമൂഹിക പ്രാർത്ഥന? വിരോധിക്കപ്പെട്ട ഒരു സാമൂഹിക പ്രാർത്ഥന ഉണ്ട്. അത് കൗനുഹും യഅതൂന ബിസൗത്തിൻ വാഹിദ്, യാനി യതകല്ലമൂന ജമീഅൻ ബിസൗത്തിൻ വാഹിദ്, അല്ലാഹുമ്മഗ്ഫിർ ലനാ അല്ലാഹുമ്മഗ്ഫിർ ലനാ എന്നിങ്ങനെ എല്ലാവരും ദ്വാരക്കുക. ഇമാമും മഅ്മൂമിങ്ങളും ഒക്കെ അല്ലാഹുമ്മഗ്ഫിർ ലനാ അല്ലാഹുമ്മ গ্ফിർ ലനാ എന്നിങ്ങനെ ദ്വാരക്കുന്ന ഒരു കൂട്ടു പ്രാർത്ഥന. അത് പാടില്ല, അത് പാടില്ല. ഹാദാ ലൈസ ബിമശ്റൂഅ്, ഇത് മശ്റൂഅ് അല്ല. അതേ സമയത്ത് എന്താണ് സുന്നത്ത്? ഇബ്നു ബാസ് പറയുന്നു വലി സുന്നത്തു, സുന്നത്ത് എന്താണ്? അയ്യദുഅ വാഹിദുൻ, ഒരാൾ ദുആരക്കുക, വയുഅമ്മിനൽ ജമീഅ, ബാക്കിയുള്ള ആളുകൾ ആമീൻ പറയുക. മിഥല അൻ യഖൂൽ ഇമാം, മിഥല മാ യഖൂൽ ഇമാം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോ മാമൂമികളൊക്കെ ആമീൻ പറയില്ലേ? ഇതേപോലെ ഇമാം ദുആരെന്ന് മറ്റുള്ളവർ ആമീൻ പറയുന്നത് അത് ശരിയായ കൂട്ടുപ്രാർത്ഥനയാണ്. അത് ശരിയായ കൂട്ടുപ്രാർത്ഥനയാണ്. ഇത് വളരെ നല്ലതാണ് എന്ന് ഇബ്നുൽ ബാസ് അദ്ദേഹത്തിന്റെ ഫതാവയിൽ എഴുതി വെച്ചത് കാണാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെ നേതാക്കന്മാര് പോലും അംഗീകരിച്ചിട്ടുണ്ട്. ഗൾഫിലെ വഹാബി മൗലവിയാണ് പറയുന്നത്. അപ്പൊ കൂട്ടുപ്രാർത്ഥന, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കൂട്ടുപ്രാർത്ഥന വ്യഭിചാരത്തിനേക്കാളും വലിയ മോശാണെന്നാണ് ആ വൃത്തികെട്ട മൗലവി പറയുന്നത്. ഇനിയോ അദ്ദേഹം നാലാമത് പറഞ്ഞ വിഷയം എന്താ? മൂന്നാമത് പള്ളി